തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണ ഇതേ. യോഗ്യത ലേശവും ഇല്ലാതെ തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണ ഇതേ. യോഗ്യത ലേശവും ഇല്ലാതെ ആയുസ്സിൽ ഇതുപോലൊരു ഭാഗ്യം ജയ ജയ ജീവിത രഹസ്യമിതേ. മരുവിലെ ജീവിത സമരത്തിൽ മരുവിലെ ജീവിത സമരത്തിൽ തിരഞ്ഞെടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണ ഇതേ. യോഗ്യത ലേശവും ഇല്ലാതെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണാസമ്പന്നനെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെ, വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവേ, അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നൊരു നല്ല പുതിയ ദിവസം കൊണ്ട് ദാനമായി തന്നല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഉള്ളതുപോലെ കാണുന്ന എൻ്റെ അപ്പച്ചൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരിക കർത്താവേ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവ്, ഞങ്ങളുടെ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമേ, വ്യസനത്തിനുള്ള സകല മാർഗ്ഗങ്ങളെയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ശാശ്വതമായ മാർഗ്ഗത്തിൽ ഞങ്ങളെ നടത്തേണ്ടതിനായി ഏൽപ്പിച്ചു തരിക. എൻ്റെ അപ്പച്ചന് കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല കർത്താവേ. സകലതും അവിടുന്ന് സാധ്യമായിരിക്കുകയാൽ ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം എല്ലാം തന്ന് സമാധാനത്തോടെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കണമേ അപ്പാ. അപ്പം ഞങ്ങളുടെ കുടുംബത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ അപ്പാ. അപ്പം ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, ജോലി ചെയ്യുന്ന മക്കളെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാടുകൾ, ഞങ്ങളുടെ അയൽ കുടുംബങ്ങൾ, ഞങ്ങളുടെ സഹോദരവർഗ്ഗങ്ങൾ, പ്രിയപ്പെട്ടവർ, അനാഥര, വിധവകൾ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ എല്ലാം സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. എല്ലാവൻ്റെ അപ്പച്ചൻ്റെ ദാനമാണ്. കൺമണി പോലെവരെയും സൂക്ഷിക്കുമാറാകണം. കഷ്ടത്തിലും ഭാരത്തിലും രോഗത്തിലും ആയിരിക്കുന്ന ജീവിതങ്ങളോട് മനസ്സലിവും കരുണയും കാണിക്കുന്ന ദൈവം അവിടുന്ന് ആകിയാൽ അപ്പോൾ വേദനിക്കുന്ന കുഞ്ഞുങ്ങളോട്, പ്രിയപ്പെട്ടവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ, മനസ്സലിയണമേ കർത്താവേ. അവർക്ക് വേണ്ടുന്ന ആലോചനയും ബുദ്ധിയും അപ്പച്ചൻ കൊടുക്കണമേ കർത്താവേ. അവരുടെ പഠനമൊക്കെയും പൂർത്തീകരിച്ച് ഒരു നല്ല സ്ഥാനത്ത് എത്തിച്ചേരുവാൻ ദൈവം ഇടയാക്കുമാറാകണം. അവരുടെ പരീക്ഷകളിലെല്ലാം കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. അടിയൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. ശത്രു കാണാതെ, ദുഷ്ടപിശാച് തൊടാതെ കുഞ്ഞുങ്ങളെ മറയ്ക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ പ്രയത്നിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരുടെ പഠനത്തെയൊക്കെ മാനിക്കണമേ, ജയത്തോടെ അവരെ നടത്തണമേ. അവരെ ഇൻ്റർവ്യൂവിലൊക്കെയും കൂടെ ഇരിക്കണമേ കർത്താവേ. അവരുടെ മെഡിക്കലിൽ കൂടെ ഇരിക്കണമേ കർത്താവേ. അവർക്ക് പോകുവാൻ തക്കണം വേണ്ടുന്ന സകല സാഹചര്യം അനുകൂലമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിദേശ നന്മകളെ പ്രാപിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്താനൊക്കെ ഭാഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയിലും ഭാരത്തിലുമായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. അവരെ അവിടുന്ന് സഹായിച്ചേ മതിയാവും കർത്താവേ. ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ കർത്താവേ. സമാധാനത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. കുടുംബജീവിതത്തിൽ ഇതുവരെ സമാധാനം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക, നിൻ്റെ സമാധാനം അവിടെ ഐക്യമാറാകണം. ആരും ചിന്നഭിന്നമായിപ്പാൻ അനുവദിക്കല്ലെന്ന് വടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിച്ചു തരുന്നു. ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും വളർത്തിത്തരണമേ അപ്പാ. അപ്പോൾ വിവാഹപ്രായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണിയൊരുക്കി അവരുടെ വിവാഹം നടക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകാര്യത്തിൽ വഹിച്ചോണേപ്പാ. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിച്ചായിട്ട് കർത്താവേ. അപ്പോൾ കടഭാരത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ, ജപ്തിയുടെ നടുവിലായിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അത്ഭുതം ചെയ്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളുണ്ട് കർത്താവേ. ഭവനം ഇല്ലാത്ത ജീവിതങ്ങളുണ്ട്. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ടപ്പാ. അപ്പോൾ അവരുടെ വാടക ഭവനമൊക്കെ എന്ന് കഴിഞ്ഞാൽ സ്വന്തം ഭവനത്തിലും തലയായിപ്പാൻ ഇടം കൊടുക്കണമേ. അപ്പോൾ അവസരം ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനം പണിയുന്ന മക്കളുടെ പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കിക്കാട്ട്.
അങ്ങനെ കർത്താവേ സ്തോത്രം, പലവിധ നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, ആരാലും പരിഹരിക്കപ്പെടാത്ത വിഷയത്തിന് നടുവിൽ വേദനിക്കുന്ന ജീവിതങ്ങൾ, എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയ്ക്കൊരു കാര്യം അസാധ്യമല്ല. അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കണം. തൻ്റെ കുഞ്ഞുങ്ങളുടെ വേദനയ്ക്ക് അറുതി വരുത്തുമാറാകണം. അവരുടെ വിഷയം സ്വർഗം ഏറ്റെടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ജോലി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, എൻ്റെ അപ്പൻ അവർക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒന്നും നഷ്ടമായിപ്പാൻ അനുവദിക്കല്ലേ കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ജോലിയിൽ ശ്രേഷ്ഠത വേണ്ടിയവരുണ്ട്. അവർക്കും വേണ്ടി അത്ഭുതം ചെയ്താട്ട് കർത്താവേ. പുതിയ ജോലിയിൽ പ്രവേശിക്കേണ്ട മക്കളുണ്ട് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവ്, ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും കൊടുന്ന് വഴി തുറന്നു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണം. അത്ഭുതമായി ഈ ദിവസങ്ങളിൽ വഴി തുറന്ന് മാനിച്ചാട്ട് മാറ്റമില്ലാത്ത സാക്ഷ്യം കേൾപ്പാൻ സഹായിച്ചാട്ട്. കരുണ തോന്നണേ അപ്പാ, കരുണ തോന്നണേ, മനസ്സലിയണേ അപ്പാ, മനസ്സലിയണമേ. ഓരോ മക്കളോടും മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയും ആശ്വസിപ്പിച്ചിട്ട് അങ്ങനെ അധികം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ പാദപിടുത്തിൽ ഏൽപ്പിക്കുന്നു. ഉള്ളതുപോലെ അറിയുന്ന ദൈവം അവിടുന്ന് ഞങ്ങളുടെ രോഗികളെയും കരങ്ങളിലൊന്ന് ഏൽപ്പിക്കട്ടെ. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യൻ അവിടുന്ന്, രോഗം നീക്കുന്ന മരുന്നൻ്റെ അപ്പന. അപ്പോൾ ആ സൗഖ്യം കാത്തു കിടക്കുന്ന ഓരോ മക്കളുടെ പേരിലും അദൃശ്യമാർന്നയാണ് ഇപ്പോഴുള്ള കരമൊന്ന് വെച്ച് ഉച്ച മുതൽ പാദം വരെ ഒന്ന് തലോടി കാൽവരി ക്രൂസിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി ഒരു തുള്ളി രക്തം കുത്തിവെച്ച് സകല രോഗാണുക്കളെ നിർജീവമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി പറയുന്നു. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തരുവാൻ പോകുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണം. സുശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണം. ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.